പളനി എത്തിയിരിക്കുകയാണ്. എന്നാലും നവീനെ പളനിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പളനി പളനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പളനി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പളനിയെ കുറിച്ച് പറയാനുള്ളെങ്കിൽ പളനിയിൽ മുട്ടയടിക്കാൻ ആൾക്കാർ വരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കുതിരവണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതാണ് പളനി ബസ് സ്റ്റാൻഡ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പണി കിട്ടും. ഇവിടുത്തെ ചായ ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നു. കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഭയങ്കര കോടയൊന്നുമില്ല. ഇപ്പോൾ സമയം 12 മണി. അങ്ങനെ ഈ വ്യൂ കണ്ടിട്ട് എന്ത് തോന്നുന്നു? സൂപ്പർ വ്യൂ, നല്ല ചായ. അത് വേണ്ടേ? നിങ്ങൾ കോർഡിനേറ്റർക്ക് ഒപ്പിച്ച് തരണം. ഫോട്ടോഗ്രാഫർ അരുൺ. ഏത് ഫോട്ടോ എടുത്താലും കുളമാവുന്നുണ്ട്. വൈബ് പാട്ടൊക്കെ വെച്ച് വൈബടിക്കുന്ന നവീൻ. അങ്ങനെ ക്ലോക്കേഴ്സ് വ്യൂവിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. വൈബ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നവീൻ, അരുൺ. ഒരു സ്ട്രീറ്റ്, നൈറ്റ് സ്ട്രീറ്റ് പോലെ ഉണ്ടല്ലേ? അങ്ങനെ ഞാനും നവീനും കൂടെ കൊടൈക്കനാലിൽ എങ്ങോട്ടാണ് പോകുന്നത്? കൊടൈക്കനാൽ ലേക്കിലേക്ക് പോവാം. അതെ, കൊടൈക്കനാലിലെ ലേക്കിലേക്ക് പോവുകയാണ്. രാത്രി തുറന്നിരിക്കുന്ന കടകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്ന കടകളാണ് ഇവിടെ. ഇവിടുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നവീൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൊത്തുപൊറോട്ടയാണ്. എല്ലാം കൊത്തുപൊറോട്ട ഉണ്ടാക്കുകയാണ്.
റോഡിൽ നിന്ന് വന്നിട്ട് കൊടൈക്കനാൽ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് നിൽക്കുന്ന അരുൺ. This is day 2. ഞങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്? നമ്മൾ പോകാൻ പോകുന്നത് പൂപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ആവേശം കൂടി, എവിടെ ആവേശം കൂടി, മതി മതി. ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട് സെലക്ട് ചെയ്യുകയാണ് നവീൻ. നവീൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷോട്ട് ഏതാണ് നവീൻ്റെ വൈബ് നോക്കാം. ഇതാണ് നവീൻ്റെ. വെറൈറ്റി സ്റ്റെപ്പ് വേണം, വെറൈറ്റി സ്റ്റെപ്പ് വേണം. എന്താണ് വെറൈറ്റി സ്റ്റെപ്പ്? എവിന് സ്റ്റെപ്പില്ലേ? മതിയാക്കിയ എനർജി തീർന്ന്, എനർജി തീർന്ന ഇതാണ് അരുൺ സ്റ്റാമിന. അങ്ങനെ നമ്മുടെ ഡേ 2 തുടങ്ങുകയാണ്. ഡേ 2 കൊടൈക്കനാൽ പൂമ്പാറ. പൂമ്പാറ മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ശരി, വളരെ സീക്രട്ട് ആയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. വളരെ സീക്രട്ട് ആയുള്ള സ്ഥലം. നേരെ 5 മണി ഞങ്ങൾ കൊടൈക്കനാൽ തെരുവുകളിലൂടെ ഇറങ്ങി നടക്കുകയാണ്. ആരും അത്ര എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഈ തണുപ്പത്ത് എല്ലാവരും സുഖമായി കിടന്ന് ഉറങ്ങുവാണ്. ഒരു കഥ ഉണ്ടായിരുന്നല്ലോ, വെള്ളയപ്പൻ 8 മണിക്ക് പൂമ്പാറയ്ക്കുള്ള ബസ്സുള്ള അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളുടെ പ്ലാനെല്ലാം ക്യാൻസലായി. എങ്ങോട്ടത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റക്കായി നിൽക്കുകയാണ്. ചിലപ്പോൾ സൈറ്റ് സീയിങ് എടുത്ത് കൊടൈക്കനാൽ കറങ്ങാനാണ് പ്ലാൻ. ഈ കാണുന്നതാണ് പൂമ്പാറ. ഇത് കൊടൈക്കനാലിൽ നിന്ന് ദോശ കഴിക്കാനുള്ള കാത്തിരിപ്പാണ്. ഈ സാധനം എത്തി, എൻ്റെ സാധനം എത്തി. എൻ്റെ വസ്തു കിട്ടി. അത് 2 ഉള്ളു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ കടയിൽ തൊട്ട് മേലിൽ നിന്നുള്ള വ്യൂ ആണിത്. പൂമ്പാറയിലോട്ടുള്ള വ്യൂ. ഈ കാണുന്നതാണ് പൂമ്പാറ വില്ലേജ്.
ഗോലി സോഡ കുടിക്കുന്ന നവീൻ. കെമിക്കൽ ഭക്ഷണങ്ങളോട് പ്രിയം. നോഷാജിയായിട്ട് എന്ത് മിഠായിയാണ്? കപ്പലിൻ്റെ മിഠായി കഴിക്കുന്നു. പൂമ്പാറ കണ്ട് തിരിച്ചു പോകാൻ വഴി ബസ്സൊന്നും കിട്ടാതെ ഞങ്ങൾ തൊട്ടടുത്ത് വേണ്ട ഒരു മല കയറാൻ ശ്രമിക്കുകയാണ്. മൗണ്ട് എവറസ്റ്റിൽ കയറുന്ന പോലെയാണ് അരുൺ മോഹൻ ചെറിയൊരു കുന്ന് കയറുന്നത്, കമ്പൊക്കെ പിടിച്ച്. ഒരുത്തിനവിടെ 10 ഏക്കറോടെ കിടപ്പുണ്ട് പോലെ. അതെ, അയ്യോ, ശരിക്കും ഇത് കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല, വളരെ റിസ്കിയും കഷ്ടപ്പാടുമുള്ള കാര്യമാണ്. ഓടിത്തളർന്ന് ക്ഷീണിതനായി ഈ കുന്നാണ് ഞങ്ങൾ വലിഞ്ഞു കയറിയത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതും കഴിഞ്ഞ് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കുമെന്നാണ് ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിമനോഹരമായ കൊടൈക്കനാലൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയില്ലാത്തതുകൊണ്ടാവണം ഇവിടെ തീരെ വെള്ളമില്ല. അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് അടിച്ച് പിമ്പിരി വെട്ടിക്ക് എല്ലാവരുടെയും കഴിഞ്ഞ് നിൽക്കുകയാണ്. കിളിയുപോയ രവി. ബസ്സിൽ വെയിലടിക്കുവാണെങ്കിൽ രവീൻ്റെ സീറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തരത്തില്ല രവീനെ. എടാ അരുണേ അപ്പുറത്തെ സൈഡാണ് വെയിലെങ്കിൽ ഞാൻ ഇപ്പുറത്ത് എനിക്ക് സൈഡ് സീറ്റ് തരുമോ? ഇല്ല, ഉറപ്പാണോ? വേണ്ട, എന്നാ ഞാനിവിടെ ഇരുന്നോടാം. ഞങ്ങൾ മധുരയിലേക്ക് പോകുന്ന വഴി ബസ് നിർത്തിയൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. എനിക്കിടല്ലേ, എനിക്ക് പൂരി. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മധുരൈ. ഓ, ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറയുന്നത് 11:30-ക്കാണ്. അതുവരെ ഒരുപാട് നേരമുണ്ട്. സാധാരണ റിസർവേഷൻ ഒന്നുമില്ല.